സ്വാമി. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്വാമിയായിട്ട് വൃശ്ചികം 2-3 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് 3-ാം തീയതിയാണ്, വൃശ്ചികം 3. അപ്പോൾ വൃശ്ചികം 3-4 സത്യം പറഞ്ഞാൽ ആകെ കയ്യിൽ നിന്ന് പോയിണു. ഞാനതപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ സമയം എങ്ങനെ പോയാലും ഒരു ഏകദേശം ഞാൻ ഒരു 3:30 ഇറങ്ങിയത്. 1 മണിയൊക്കെ ആയാണ് ഇന്നലെ കിടന്നപ്പോൾ. പക്ഷേ 3 മണിയായി. 3:30 നീച്ചപ്പോൾ സമാധാനമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തോർത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. ഞാൻ വീട്ടിൽ വണ്ടി എടുത്തിട്ട് തന്നെ വന്നത്. എന്നിട്ട് അതാ ഞങ്ങളുടെ താഴത്ത് പാടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഞാൻ എപ്പോഴേക്ക് സങ്കടം വന്നാലും ഇവിടെ വന്നിരിക്കുക. അതിപ്പോൾ ഇനി രാത്രിയൊന്നും പകലൊന്നുമില്ല. അപ്പോൾ ഞാൻ നീച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇവിടെ കുറച്ച് നേരമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ഈ പാലത്തും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പണി സ്വാമിയാണ്. എന്നാൽ പോലും സ്വാമീനെ ആലോചിച്ച് നിൽക്കണം, വിചാരിച്ച് നിൽക്കണം, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചിട്ട. പക്ഷേ എന്താ മനസ്സ് വല്ലാണ്ട് കയ്യിൽ നിന്ന് വിട്ടാൽ നിൽക്കണേ. അപ്പം ഷെയർ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ എത്ര വെച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാമെന്ന്. വെറുതെ ഒരു കാര്യമല്ല. ചിലപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് ഒരു പൊട്ടത്തരായിട്ട് തോന്നും. പക്ഷെ എന്തോ അനുഭവിക്കണ എനിക്ക് പക്ഷെ പൊട്ടത്തരായിട്ട് തോന്നുന്നില്ല. ഭൂരിഭാഗം ആളുകളും ഇതേപോലത്തെ സിറ്റുവേഷൻ വന്ന് പോയിട്ടുണ്ടാവണം. പക്ഷെ ഞാൻ ഇപ്പോൾ സ്വാമിയായിട്ട് പോലും ഒരു സമാധാനം എന്ന് പറയുന്ന സാധനമല്ല. എത്ര നേരം കരയാൻ പറ്റും? അത് വിട്. അപ്പോൾ ഞാനതാ രാവിലെ എണീച്ച് താഴത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. മീൻസ് കാരണം രക്ഷപ്പെടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വെച്ചാൽ ഈ മേഖലയിൽ നല്ല ക്രൈസും ഉണ്ട്. അപ്പോൾ എത്ര എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും എൻ്റർടൈൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കും, എത്ര എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും. ബാക്കിയുള്ളതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ചിലപ്പോൾ ഇതിലാണെങ്കിലും ചിലപ്പോൾ എൻ്റെ ഒരു വിജയം. എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഒന്ന് കുളിക്കാൻ പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമയം ഒരു 5 മണി ആയിട്ടുണ്ടാവും. 5 മണി ആയിട്ടില്ല, 4:45 4:30 സംതിങ് അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചു, അവരടുത്തില്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, രാവിലെ നീച്ച് പോകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോകാറ്, അങ്ങനെ പതിവ്. അപ്പോൾ ഞാൻ എന്തായാലും പോയി കുളിക്കട്ടെ. ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തൃക്കോവിൽ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, അവിടെ പോയിട്ടൊന്ന് കുളിച്ച് ഒന്ന് സ്വാമീനെ വിചാരിക്കട്ടെ. കാരണം സ്വാമിയായിട്ട് സ്വാമീനെ വിചാരിക്കണില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ. പക്ഷേ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറിട്ട്, പക്ഷേ എന്നെക്കൊണ്ട് നടക്കണ്ടായിരുന്നില്ല. അതാ. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിക്കട്ടെ. ഓക്കെ ഗൈസ്. സ്വാമി ഓം ശ്രീ ഹരിഹരസുനാനന്ദ സ്വാമിയേ ശരണമയ്യപ്പ. ഗൈസ്, എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഞാൻ എന്താ ഒറ്റയ്ക്കായിരുന്നു, കുളിച്ചു. ഇതപ്പോൾ അമ്പലം തൊട്ടടുത്ത് തന്നെ. അപ്പോൾ തന്നെ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് ഞാൻ ഇറങ്ങട്ടെ. കാരണം ഇവിടെ ലൈറ്റ് ഇല്ല, മീൻസ് ഫുള്ള് ഇങ്ങനെയാണ്. ഫോണിൻ്റെ ക്ലിയർ കൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടു. നേരം വെളുത്തിട്ടില്ല സത്യം പറഞ്ഞു. ഇതാണ് കുളം. ഞാൻ അവിടെയാണ് കുളിച്ചത്. അമ്പലം അവിടെയാണ്. അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം വോയിസ് കേൾക്കാണ്ടെന്ന് അറിയില്ല. ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് വരാം, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ടാ. സ്വാമി ശരണം.
ഗായ്സ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇനി വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇനി എന്തെങ്കിലും പരിപാടീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ പരിപാടീസ് ഉണ്ടാവും, അതുകൊറും പരിപാടി വല്ലതും ഉണ്ടാവും. അപ്പോൾ കുളി കഴിഞ്ഞു, ഇനി വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ടില്ലെങ്കിലും ഞാൻ ആ പാടത്ത് പോയി ഇരിക്കും എന്നാ ഒരു സമാധാനം. അപ്പോൾ ഗൈസ് പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞു. സ്വാമിമാർ ആരും വന്നിട്ടൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് നേരത്തെയാണല്ലോ. അപ്പോൾ സ്വാമി ശരണം. അപ്പോൾ ഞാൻ അടുത്ത ഒരു ഇതിൽ കാണാം. ഓക്കെ ഗൈസ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഒരു റീലുകൾ അതും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. സമാധാനം അല്ലാതെ അതിലേക്ക് നല്ലൊരു തോട്ടിന് മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം. അതായത് പലപ്പോഴും നമുക്ക് സങ്കടം വരുന്നത് രാത്രി കാലങ്ങളിലാണ്. നമുക്ക് വല്ലാത്ത വലിയ ഏകാന്തതയും അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലാണ് നമുക്ക് ഒറ്റപ്പെടുമ്പോൾ. അപ്പോൾ നമ്മുടെ കുഞ്ചിക്ക് പിന്നിലെ സങ്കടം എന്താണെന്നും നമ്മുടെ കണ്ണുനീരിന് പിന്നിലെ സന്തോഷം എന്താണെന്നും നമ്മുടെ മൗനത്തിന് പിന്നിലെ വാചാലം എന്താണെന്നും ഒരേ ഒരാള് മനസ്സിലാക്കിയ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ അത് പറഞ്ഞിട്ട് ജീവിതത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര അടിപൊളിയാവും, എത്ര മനോഹരമാവും. പക്ഷെ ഒന്ന് ഉറങ്ങി നീച്ചാൽ കഴിഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ പറ്റുന്നില്ല. ഇത് നല്ലൊരു തോട്ടാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ കണക്ട് ചെയ്തു. അപ്പൊ അതാ ഞാൻ ഒന്ന് പറഞ്ഞു. ഇതുകൊണ്ടോ കാര്യമുണ്ടോന്ന് അറിയില്ല, എന്നാലും വെറുതെ ഒരു രസം. ഇങ്ങനെ ഫ്ലാഷ് ഓണൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഭയങ്കര ഇറിറ്റേഷൻ. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ അങ്ങനെ. ഓക്കെ ഐ ആം ഓക്കെ ഗായ്സ്. ഞാൻ ഇപ്പോൾ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പം അമ്പലത്തേക്ക് വന്നു. ഞങ്ങളുടെ അവിടെ തന്നെ ചെറുപ്പശ്ശേരിയുള്ള പ്ലാക്കാടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ അമ്പലത്തേക്ക് വന്നു. അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുതു ഇറങ്ങി. ഞാനും അബിയും കൂടെ വന്നത്. അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുതു. അയ്യോ എൻ്റെ ഷർട്ട് എടുത്തില്ല. അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടെൻഷൻ അടിച്ചതിനൊക്കെ എനിക്ക് ഒരു ബലം കിട്ടി സത്യം പറഞ്ഞാൽ. മീൻസ് ഞാൻ നല്ല രീതിക്ക് തന്നെ സിൻസിയറായിട്ട് എന്താണെന്നപ്പോൾ നമ്മളെ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ അവർ നമ്മളാലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്. എനിക്കത് മതി. അപ്പോൾ ഇവിടുത്തെ വ്യൂ അടിപൊളി കേട്ടോ ഗൈസ്, കാണിച്ചു തരാം. എത്രത്തോളം കാണുന്നുണ്ടാണോ. ഇതാണ് അമ്പലം. ഈ അമ്പലത്തേക്കാണ് നമ്മൾ വന്നത്. നല്ല വൈബാണ്. ഈ അമ്പലത്തിൽ കയറിയപ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചതിന് വരുന്നുണ്ട്. ഭയങ്കര പോസിറ്റീവ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഇവിടുത്തെ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം ഗായ്സ്. ഇതാ നമ്മളെ അമ്പലം. ഇവിടെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയായിരുന്നു. ഈ അമ്പലത്തിൻ്റെ വൈബ് എന്ന് പറഞ്ഞാലും പോരാ, സീന് വൈബാണ് ഗൈസ്. ഇതിലിടയ്ക്ക് ഞങ്ങൾ അനിയൻ്റെ വണ്ടി കേട്ടോ. അപ്പോൾ അനിയൻ്റെ വണ്ടിയിൽ അമ്പലങ്ങളൊക്കെ ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫോൺ ഇതുപാടെ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അതാ ഈ വണ്ടിയിൽ കേട്ടോ. ഈ വണ്ടീനെ പ്രൊമോഷൻ ചെയ്യുന്നതല്ല ഗൈസ്. നോക്കൂ ഗൈസ്, ഞങ്ങളിത് ഇത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൈബിൾ സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം. പുറത്തുനിന്നൊരു ഷൂട്ട് കാണിച്ചു തരാം, വണ്ടിയുടെ മാത്രം. നോക്കൂ ഗൈസ്, വണ്ടിയുടെ വീഡിയോ ഉണ്ടല്ലേ എങ്ങനെയുണ്ട്. ആകെ 2 ഷൂട്ട് എടുത്തുള്ളൂ, കാരണം നമുക്ക് സമയമല്ല. അപ്പോൾ അതുകൊണ്ട് ആകെ അത് മാത്രമേ എടുത്തുള്ളൂ. അപ്പം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, ടൗണിലേക്ക് പോവാണ്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബൈ. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, നൈസ് വൈബാ. അമ്പലത്തിനോട് ചേർന്നൊരു പള്ളി. അപ്പോൾ ബൈ ഗൈസ്.